എൻ്റെ പേര് പനിയമ്മ. ഞാൻ വിഴിഞ്ഞത്തിൽ നിന്ന് പറയുകയാണ്. ഇതെൻ്റെ 6ാമത്തെ ധ്യാനമാണ്. അപ്പം എൻ്റെ മരുമകൾ LLB പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വന്ന് രക്തക്കണ്ണീർ ജപമാല വാങ്ങി ഇവിടുത്തെ സ്വരൂപം വാങ്ങിച്ച് മരുമകൾക്ക് കൊടുത്ത് കല്യാണം കഴിഞ്ഞുള്ള സമ്മതം നോക്കിയിട്ടിരിക്കുകയാണ്. ആലുവയാണ് പെണ്ണ്. അപ്പം അവൾ LLB പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ സ്വരൂപവും രക്തക്കണ്ണീർ ജപമാലയും കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീ ഈ പരീക്ഷയിൽ നീ ജയിക്കും, വക്കീലാകും എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് 5 മാസം ഈ നിയോഗം എഴുതിയിട്ട് ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് എൻ്റെ മകൾ വക്കീലായി, അവൾക്കൊരു നല്ലൊരു ജോലി കിട്ടി. പിന്നെ അവളുടെ അസുഖം മാറാനായിട്ട് പ്രാർത്ഥിച്ച് അവൾക്ക് അസുഖം മാറി. പിന്നെ എൻ്റെ ഒരു ചേച്ചിയുടെ മോൻ 28 വയസ്സായ മോൻ സുഖമില്ലാതെ മഞ്ഞപ്പിത്തവും പനിയുമായിട്ട് കിടന്നു. അപ്പം സാലിമ ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു, സാലിമ ചേച്ചി ഒരു മോൻ സുഖമില്ലാതെ കിടക്കുകയാണ്, ചേച്ചി ഒന്ന് പ്രാർത്ഥിയില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം സാലിമ ചേച്ചി പ്രാർത്ഥിച്ചിരുന്ന പനിയമ്മേ മോന് സുഖം കിട്ടും, അവരെ ധ്യാനം കൂടെ വരാൻ പറയുന്നു. അപ്പം ഈശോയുടെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, റെനീഷിന് നല്ല സുഖം കിട്ടും, അവൻ സാക്ഷ്യം പറയുമെന്നു. എന്നിട്ട് ഞാൻ അവരെ വീട്ടുകാരുടെ പറഞ്ഞ് മോനെ ഒരു കുഴപ്പമില്ല, നല്ല സൗഖ്യം കിട്ടുമെന്ന്. ജിൻസ് ബ്രദർ വന്നപ്പോൾ ജിൻസ് ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് നിലത്ത് വീണപ്പോൾ ബ്രദർ ചോദിച്ച് എന്താണ് അനുഭവം കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ മാതാവ് ഈശോയും മോനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം എനിക്ക് കിട്ടി, മാതാവിന് ഞാൻ നന്ദി പറ. അപ്പം 23-ാം തീയതി രാത്രി അപ്പം ബ്രദർ പറഞ്ഞ്, പനിയമ്മ പറഞ്ഞത് ശരിയാണ്, മാതാവും ഈശോയും മകൻ്റെ അടുത്ത് പോയി മകനെ തൊടുന്നു. അപ്പം ആ 23-ാം തീയതി രാത്രി ആ മകൻ സ്വപ്നം കാണുന്നു, ഒരമ്മയും മകനും അവൻ്റെ അടുത്ത് നിൽക്കുന്നു, അവനെ തൊടുന്നതായിട്ട്. അപ്പം അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ പറഞ്ഞു, അമ്മ ആരോ ഒരു അമ്മയും മകനും വന്ന് നിൽക്കുന്നു. അപ്പം അമ്മ പറഞ്ഞ്, ചുമ്മാലയുടെ മകനെ ഉറക്കത്തിൽ എന്താ പിച്ചും പയ്യും പറയണമെന്നാണ് പറഞ്ഞത്. അല്ല അമ്മ, സത്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു അമ്മയും മകനും നിൽക്കുന്നെന്ന് പറഞ്ഞു. ആ 24-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, ആ മകന് നല്ല സുഖം കിട്ടി. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ദൈവം നൽകിയ വലിയ ആ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ചു മാതികേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജെയിംസാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം വിഴിഞ്ഞമാണ്. എൻ്റെ സ്ഥലം വിഴിഞ്ഞമല്ല, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതാണ് വിഴിഞ്ഞം. എൻ്റെ സ്ഥലം എയർപോർട്ടിൻ്റെ അടുത്താണ്, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിന് ഇവിടെ വന്ന്, ഇത് എൻ്റെ 7ാമത്തെ മാസമാണ്. ഞാൻ അതിൽ ഒരു മാസം കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്നില്ല. ഇത് 6ാമത്തെ ധ്യാനമാണ് ഞാൻ ഇവിടെ കൂടുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം ഞാൻ ധ്യാനം കൂടുമ്പോൾ തന്നെ എനിക്കിവിടെ ഒത്തിരി അസ്വസ്ഥതയൊക്കെ തോന്നി. ഒരു ജപമാല പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ കൂടി 2ാമത്തെ പ്രാർത്ഥനയ്ക്ക് വന്ന് എനിക്ക് ജപമാല പഠിക്കാൻ തുടങ്ങി, അഭിഷേകം കിട്ടി. അങ്ങനെ ഞാൻ ഒത്തിരി അഭിഷേകങ്ങൾ ഇവിടെ നിന്ന് വാരിക്കോരുകയായിരുന്നു. ഒത്തിരി എൻ്റെ അമ്മയും യേശുവിനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച ഞാൻ വിവാഹം കഴിച്ച് 28 വർഷമായിരുന്നു. 28 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല സ്വന്തമായിട്ട്. ഞങ്ങൾ കയറി കിടക്കുന്നത് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ വന്ന് ഞങ്ങൾ നിയോഗം എഴുതിയിട്ട് ഞങ്ങൾ ബ്രദർമാരുടെ അടുത്ത് പ്രാർത്ഥിച്ച്, അവർ പ്രാർത്ഥിച്ച മുഖേന കൊണ്ട് എനിക്കിപ്പോൾ ഒരു വീട്, എൻ്റെ യേശുവപ്പനും എൻ്റെ അമ്മയും കൂടെ എനിക്കൊരു വീട് തന്നിരിക്കുന്നു. അത് ഒരു നില വീടല്ല, എൻ്റെ യേശുവപ്പനും അമ്മയും കൂടെ എനിക്ക് 2 നില വീടാണ് തന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥനയിൽ നിന്നതിന് ശേഷം എനിക്ക് ഞാൻ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു 4-5 സ്വഭാവം ഉണ്ടായിരുന്നു. ചൂതുകളി, ഗണേശ് വെപ്പ്, മുറുക്കൽ, മദ്യപാനമടി. ഇത് 40 വർഷമായി മുറുക്കും മദ്യപാനവും കുടിച്ചിട്ട്. എന്നിട്ട് ഇതിൽ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ നിർത്താതെ ഞാൻ ഇവിടെ വന്ന് 2ാമത്തെ മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന് 2ാമത്തെ മാസം എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ 3ാമത്തെ മാസം ചാൾസ് ബ്രദർ നമ്മുടെ വിഴിഞ്ഞത്ത് വീട് സന്ദർശന പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നിരുന്നു. മാസത്തിലൊരിക്കൽ വരും. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ചേട്ടാ നിങ്ങൾ എല്ലാം നിർത്തി, അപ്പോൾ ഇതും കൂടെ നിർത്തിക്കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ കടലിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ഞാനായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, ഞാൻ നിർത്താമെന്നത്. എന്നാലും ബ്രദർ പറഞ്ഞുകൊണ്ട് ഇന്ന് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് മുറുക്കാൻ ചെയ്ത് നിർത്തി. ഇന്ന് നെറ്റ് മുറുക്കാൻ ചെയ്ത് നിർത്തി. ഇന്നലെ വന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് മുറുക്കാൻ നിർത്തി. ഇതുവരെയും അങ്ങനത്തെ
ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ രാവിലത്തെ ആരാധന സമയം എൻ്റെ അടുത്ത് അമ്മ എനിക്ക് കണ്ണിൽ കാണുന്ന IMS അമ്മ മോനും അമ്മയും വടിയുമായിട്ട് വന്ന് നിൽക്കുന്ന ആ ഇത് എനിക്ക് സൂപ്പറായിട്ട് ഞാൻ കണ്ട അമ്മയെ മൊത്തം. അന്നേരം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഞാൻ ഇത്തിരി പിണങ്ങിയെന്ന് പറഞ്ഞാൽ അയാൾ ഒത്തിരി എന്നെ പറഞ്ഞ് ഞാനും ഒത്തിരിയൊക്കെ ചീത്തയൊക്കെ വിളിച്ച് അയാളെ അടിക്കാനെല്ലാം പോയി. അങ്ങനെ വന്ന് എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് വ്യാഴാഴ്ച ഫസ്റ്റിൽ പ്രാർത്ഥന തീർന്നതിന് ശേഷം ഞാൻ യേശുവിൻ്റെ അടുത്ത് വന്നിന്ന് കരഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയുകയായിരുന്നു. എന്നെ അറിയാതെ തന്നെ എൻ്റെ കണ്ണിന്ന് കണ്ണീര് പൊട്ടി ഞാൻ അങ്ങനെ കിടന്ന് ഞാൻ കരഞ്ഞിരുന്ന് ആ ഒരു പ്രയാസം എൻ്റെ മനസ്സിൽ ആ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും അത് പറഞ്ഞ് ഞാൻ അന്നേരം കരഞ്ഞെറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ചാൾസ് ബ്രദർ പറയുന്നു, ഈ മോൻ്റെ അടുത്ത് യേശു വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ തിരിച്ച് ചാൾസ് ബ്രദർ ഇങ്ങോട്ട് വിളിച്ച് ഞാനിവിടെ വന്ന് നിന്ന് ചാൾസ് ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ വിഷയത്തിൽ വീണു. തിരിച്ച് നോക്കുമ്പം ഈ ഒരു പ്രയാസമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അന്നേരം ചാൾസ് ബ്രദർ വിളിച്ചെന്നെ അഭിഷേകത്തിൽ വീഴുന്നു. ശരീരം മൊത്തം ഒരു വിറയലും ഒരു തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തണുപ്പാണ്. അങ്ങനെ ഇരുന്ന് തിരിച്ച് ഇന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ രാത്രിയുള്ള ആരാധനയിലിരുന്ന സമയം ഞാനിങ്ങനെ ഇങ്ങനെ മുട്ടിലിരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ വന്ന് ഈ ആരാധന ഇങ്ങനെ ആശീർവദിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കുന്നു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ സ്വരൂപം എവിടെയോ ചെന്ന് വീണ് എന്നെ ആരോ വന്ന് മറിച്ചിടുന്ന ഒരു വീഴ്ച. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ക്ഷേമത്വം. 1000 പരം ഏകദേശം 1000 കൂടുതൽ രക്തക്കണ്ണീർ ജമാല ചെല്ലാനുള്ള കൃപയൊക്കെയാണ് ജെയിംസ് ഏട്ടന് പരിശുദ്ധ അമ്മ വഴി കൊടുത്തത്. ചെറിയ പ്രാർത്ഥനയൊന്നുമല്ല. മുഖ്യവനായി മീൻ പിടിക്കാൻ പോകുന്നുവെങ്കിലും ഈ സഹോദരൻ ഈ ധ്യാനം കൂടി കിട്ടിയ ദൈവാനുഭവത്തിലൂടെ 1000 കൂടുതൽ ജമാലയൊക്കെയാണ് ഒരു ദിവസങ്ങളിൽ ഒരു മാസം കൊണ്ടും ഒരാഴ്ച കൊണ്ടൊക്കെ ചെല്ലി തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കൃപയാണ് നൽകിയത്. ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സുധ. എൻ്റെ വീട് പറവൂര് തന്നെയാണ്. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് കൺവെർട്ടായി വിശ്വാസത്തിലേക്ക് വന്നതാണ്. ഞാൻ ഇവിടെ IMS ടീമിൽ ചേർന്ന് ഇവിടെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. ഈ സ്വർഗീയ അഭിഷേക ധ്യാനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നവംബർ മാസത്തിലാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ടീമംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് കുട്ടികളെ ഏൽപ്പിക്കാനായിട്ട് എനിക്ക് പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കി. ഈ ക്ലാസ്സിൻ്റെ ടൈമിൽ ഇവിടെ നടക്കുന്ന ധ്യാനം ഏതാണെന്ന് ഞാൻ വന്ന് ലിസ്റ്റിൽ നോക്കിയപ്പം സ്വർഗീയ അഭിഷേക ധ്യാനം. എന്തായാലും കുഴപ്പമില്ല, അതിനകത്തേക്ക് കുട്ടികളെ കയറ്റിയിട്ട് എനിക്ക് അപ്പുറത്ത് ക്ലാസ് കൂടാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് കുട്ടികളെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ധ്യാനത്തിന് കയറ്റി. അന്നത്തെ ദിവസം ഞാൻ കുട്ടികളുടെ കൂടെ ഇരുന്നു. ഞങ്ങൾക്ക് പിറ്റേ ദിവസമാണ് തുടങ്ങിയത്. അപ്പം ഞാൻ പിറ്റേ ദിവസം അവിടെ ക്ലാസ്സൊക്കെ കൂടിയിട്ട് ഇടയ്ക്ക് കുട്ടികളെ കാണാൻ വേണ്ടി ഓടി ഇവിടെ വന്നു അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ ബ്രദർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു അനുഭവം. കാരണം വെച്ചാൽ എനിക്ക് ആ ഹോളിലേക്ക് വന്ന് കയറുമ്പം ഭയങ്കര സുഗന്ധം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കുക. അതിലേക്ക് വരുമ്പോൾ ഭയങ്കര സുഗന്ധമാണ്. അപ്പം ഞാൻ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അപ്പം ഞാൻ ബാക്കിൽ വന്ന് നിന്ന് ബ്രദർ ജിൻസ് ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഉരുണ്ട് വീണു. അപ്പോൾ ചാൾസ് ബ്രദർ പ്രാർത്ഥിച്ച് തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു വലിയ ഒരു സന്തോഷം, ഒരു ആനന്ദമായിട്ട് ഞാൻ ഇവിടെ ഓടി അടുത്ത ക്ലാസ്സിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ ഓടി ഇങ്ങോട്ട് വരണം. എന്തോ എനിക്കൊരു ആകർഷണം പോലെ ഇങ്ങോട്ട്. അവിടുന്ന് ബ്രേക്ക് കിട്ടുമ്പോഴെല്ലാം ഓടി ഇവിടെ വരും. ഓടി വരുമ്പോഴെല്ലാം ബ്രദർ ഇവിടെ ഓരോ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥനാ ശുശ്രൂഷ. ഞാൻ ഉടനെ വരും, കൈവെപ്പ് മേടിക്കും, അവിടോട്ട് കിടക്കും. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മതി. ഒത്തിരി ധ്യാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പല ധ്യാനങ്ങളും ഞാൻ കൂടിയതാണ്. പക്ഷെ ഇതെനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. സ്വർഗത്ത് നിൽക്കുന്ന അതേ ഫീലാണ് എനിക്കുണ്ടായത്. അപ്പം ഞാൻ കൂടെയുള്ളവരോടെല്ലാം പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗം കാണണമെങ്കിൽ അങ്ങോട്ട് പോകും, നിങ്ങൾ ധ്യാനം കൂടണം, സ്വർഗീയ അഭിഷേക ധ്യാനം കൂടണമെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ഓടി ഇവിടെ വന്നിട്ട് നിൽക്കുമ്പം ബ്രദർ ഇതുപോലെ തലയെ കൈവച്ച് ഞാനിങ്ങനെ കിടക്കുമായിരുന്നു.
കിടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അനുഭവത്തിൽ കിട്ടി. ആ അനുഭവം ക്രമേണ എനിക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ എനിക്ക് കുറഞ്ഞു വന്നു ജീവിതത്തിൽ. പക്ഷേ എനിക്ക് അന്ന് വന്നപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ അതേ ഒരു അനുഭവം എനിക്ക് ഒന്നുകൂടെ എനിക്ക് ലഭിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ശിരസ് മുതൽ എന്തോ ഒരു ശക്തി ഇങ്ങനെ കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നി. ആദ്യം എൻ്റെ കണ്ണുകൾ രണ്ടും അടഞ്ഞു പോകുന്നു. പിന്നെ കിഴിപ്പോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ നാവ് തളർന്നു പോകുന്നു. പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൈ രണ്ടും തളർന്ന് എൻ്റെ ശരീരം മുഴുവൻ തളർന്ന് പാദം വരെ അത് പോകുക. പിന്നെ എനിക്കൊന്നും ചലിക്കാൻ വയ്യ. എൻ്റെ ശരീരം തോന്നി ഞാൻ മാറി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒത്തിരി സമയത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റിട്ട് എനിക്ക് ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞാൻ ഫുൾ സൈലൻ്റായി. അതിനുശേഷം വീണ്ടും ഓടി ഞാൻ അപ്പുറത്തെ ക്ലാസ്സിന് പോയി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇവിടെ വെച്ച് എനിക്ക് അത്രയും ഈ ഒരു സുഗന്ധം, എനിക്ക് ആദ്യമായിട്ടാണ് പരിശുദ്ധമ്മയുടെ സുഗന്ധം ഇത്രയധികം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഹാളിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു അനുഭവമായിരുന്നു. അവിടുന്ന് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാനിത് ശരിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭാഷാപരം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറിപ്പോയി. പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ മറുഭാഷയിൽ എനിക്ക് ജപമാല ചൊല്ലാൻ പറ്റുന്ന, പാട്ട് പാടുന്ന, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകമാണ്. അപ്പം തന്നെ ഞാൻ വീഴുക, പിന്നെ ആരോടും മിണ്ടാനൊന്നും പറ്റത്തില്ല, പിന്നെ പോയി കിടക്കുക, പിന്നെ നേരം വെളുത്തേ മിണ്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അനുഭവത്തിലേക്കും, അതുപോലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും ഞാനിതുപോലെ മ്യൂസിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു അഭിഷേകത്തിലേക്ക് വേറൊരു ലെവലിൽ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഒരു സ്വർഗത്തിൻ്റെ അനുഭവം തന്നെ വീട്ടിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് ആ ധ്യാനം കൂടിയില്ല. അതുകൊണ്ട് എനിക്ക് അടുത്ത ധ്യാനവും കൂടണമെന്ന് അന്നേരം തന്നെ തീരുമാനമെടുത്ത്, അങ്ങനെ പിറ്റേ മാസം വരാനായിട്ട് ഒരുങ്ങിയപ്പം ജീവിത പങ്കാളി പെട്ടെന്ന് ലീവിന് വന്ന്, അപ്പം ഞങ്ങൾ ഒന്നിച്ച് വന്ന് ആ ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ജീവിത പങ്കാളി പല കമ്പനികളിലായിട്ടാണ് അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നത്. അപ്പം ഒരു കമ്പനിയിൽ നിന്ന് അവർക്ക് കുറച്ച് ടാക്സ് പിടിച്ചത് റിട്ടേൺ കിട്ടാനുണ്ടായിരുന്നു. അത് സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒരു പേപ്പറിൽ സൈൻ ചെയ്തു, 2 എണ്ണത്തിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നതുകൊണ്ട് അത് സാധിച്ചില്ല. അപ്പോൾ അത് ഉപേക്ഷിച്ചു. ഇനി അത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചു അത് വിട്ടുകളഞ്ഞു. ഇവിടെ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ആ പൈസ അക്കൗണ്ടിൽ കയറി. ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അക്കൗണ്ടിൽ ആ പൈസ 55,000 രൂപ ഉണ്ടായിരുന്നു, അത് അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഭൗതിക അനുഗ്രഹങ്ങളെയൊക്കെ കൂടുതൽ ആത്മീയ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഇതെനിക്ക് വളരെയധികം ശക്തി പകരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് എനിക്കൊരു നല്ല ബന്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു പോരായ്മ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് കൂടുതൽ ഇത്തിലൂടെ ശക്തിപ്പെടുത്താനും, അതുപോലെ ശുശ്രൂഷ ചെയ്യുന്നിടത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ദാനമായി കിട്ടിയത് ദാനമായി തന്നെ നൽകണം എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനിവിടെ വന്ന് ധ്യാനം കൂടുമ്പോൾ സ്വീകരിക്കുന്ന ഈ കൃപകളെല്ലാം ഞാൻ മറ്റൊരാൾക്ക് ആശ്വാസത്തിനായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഏതൊരവസരവും പാഴാക്കാതെ അവിടെ എല്ലാം ഈശോയെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. പിന്നെ ഇവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്നുണ്ട്, ഇൻ്റർസെസറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ റോസാമിസ്റ്റിക്ക മാതാവ് എൻ്റെ സൈഡിൽ നിൽക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നുന്നു. അതെനിക്ക് ഒത്തിരി ശക്തമായിട്ട് ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ നമ്മളെ ശുശ്രൂഷ ചെയ്യുമ്പം വലിയ അനുഭവങ്ങൾ ആ വരുന്ന വ്യക്തികൾക്ക് കിട്ടുന്നതായിട്ടും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ കുടുംബ ജീവിതത്തിലും ഒക്കെ എനിക്ക് ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവം നൽകിയ ഈ എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് സമൃദ്ധമായിട്ട് കരങ്ങളടിച്ച് പോരാ ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്.